ഇവിടെ സായിയും സിജോയും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. പണപ്പെട്ടിന്റെ കാര്യം തന്നെയാണ് സംസാരിക്കുന്നത്. സിജോയ്ക്ക് സായി പണപ്പെട്ടി എടുക്കണമെന്നുണ്ട്. അതേപോലെ തന്നെ അഭിഷേകിന് ഋഷി പണപ്പെട്ടി എടുക്കണമെന്നുണ്ട്. എന്നാൽ സിജോ വല്ലാതെ ഫോഴ്സ് ചെയ്യുന്ന രീതിയിലല്ല സായിന്റെ അടുത്ത് ഈ പണപ്പെട്ടിന്റെ വിഷയം പറയുന്നത്. ചുറ്റി വളഞ്ഞൊക്കെയാണ്. പക്ഷെ സായി എങ്ങനെയെങ്കിലും പണപ്പെട്ടി എടുത്ത് പോകണമെന്ന് സിജോയ്ക്കും ഉണ്ട്. ഋഷി പണപ്പെട്ടി എടുത്ത് പോകണമെന്ന് അഭിഷേകിനും ഉണ്ട്. വേറെ ദുരുദ്ദേശമൊന്നും ഉണ്ടായിരിക്കത്തില്ല. ഇപ്പം സായിക്ക് അത്യാവശ്യം വോട്ടുണ്ടെന്നുള്ളത് സിജോയ്ക്കും അറിയാം. ഋഷിക്ക് അത്യാവശ്യം വോട്ടുണ്ടെന്നുള്ളത് അഭിഷേകിനും അറിയാം. അങ്ങനെ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലുമൊക്കെ പണപ്പെട്ടി എടുത്ത് പോയാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുമെന്നൊന്നും വിചാരിച്ചിട്ടായിരിക്കത്തില്ല എന്ന് തോന്നുന്നു. ഏതായാലും ഇപ്പൊ ഋഷീനെയാണ് ഈ പണപ്പെട്ടിന്റെ വിഷയത്തിൽ സഹായിക്കാനായിട്ട് അഭിഷേക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആദ്യം സംസാരിക്കുന്നത് സായിയും സിജോയും തമ്മിലാണ്. സിജോ സായിന്റെ അടുത്ത് പറയുന്നത്, നീ എന്തായാലും ടോപ്പ് 5 വരും. ഇപ്പൊ പണപ്പെട്ടി വന്നാലും ഒരു 50,000 പിന്നെ 1,00,000 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഇതാക്കണ്ട. ഒന്ന് ആലോചിച്ചിട്ട് ചിലപ്പോൾ 10 ലക്ഷവും 12 ലക്ഷവും ഒക്കെ കാണുമ്പോഴായിരിക്കും ഇവിടെ ബാക്കിയുള്ളവർക്ക് പിന്നെ മനസ്സ് മാറുന്നത്. നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ജാസ്മിനോടൊക്കെ സംസാരിച്ചപ്പോഴും ജാസ്മിൻ ആരെങ്കിലും എടുത്തോട്ടെ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ശ്രീധുനോട് സംസാരിച്ചപ്പം ചിലപ്പോൾ പൈസ കണ്ടു കഴിഞ്ഞാൽ മനസ്സ് മാറും എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഏതായാലും നീ ടോപ്പ് 5 ഉണ്ടാവും. ഞാൻ നോക്കിയതനുസരിച്ചിട്ട് നിന്റെ ഗ്രാഫ് മേളിലോട്ട് തന്നെയാണ്. പക്ഷെ എന്നാലും നീ പണപ്പെട്ടി എടുക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സിജോ ചുറ്റി വളഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് ഈ ജാസ്മിന്റെ വിഷയം സംസാരിക്കുമ്പോഴത്തേക്കിനുമാണ് സിജോ പറയുന്നത്, ജാസ്മിനെ പോലൊരാള് ടോപ്പ് 5 വരണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കാരണം പലതവണ നമ്മൾ തിരുത്താൻ ശ്രമിച്ചിട്ടും തെറ്റ് മനസ്സിലാക്കി കൊടുത്തിട്ടും തിരുത്താനുള്ള അവസരം ഉണ്ടായിട്ടും അതൊന്നും തിരുത്താതെ ഇങ്ങനെ നിൽക്കുന്ന ഒരാൾ ടോപ്പ് 5 വരണം എന്നുള്ളത് എനിക്ക് ആഗ്രഹമില്ല. ഇപ്പൊ ജാസ്മിൻ ഗെയിം കളിച്ചത് കൊണ്ടാണ് ഗബ്രി പുറത്തായത്. അതിലൊരാളായിട്ടുള്ള ജാസ്മിൻ ഇവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ജാസ്മിൻ ഇപ്പം ഗബ്രി പോയതിനു ശേഷം സീക്രട്ട് റൂമിലായിരിക്കും തിരിച്ചു വരുമെന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. തിരിച്ചു വരുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്കിനും ആ പിന്നെ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്തിട്ട് ഇപ്പം അർജുന്റെയും ശ്രീധുവിന്റെയും കൂടെ ആയി. സിജോ പറയാണ്, ഞാൻ വിചാരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാലേ ഈ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ജാസ്മിൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. ജാസ്മിൻ ആ കാര്യത്തിൽ പേടിയുണ്ട്. ഇപ്പം എന്നോട് സംസാരിച്ച സമയത്തും ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ സിജോന്റെ വോട്ട് സായിക്ക് പോകത്തില്ലേ എന്നുള്ള രീതി ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുള്ള പേടി ഇവിടെ വേറെ പലർക്കും ഇല്ലേന്ന് ചോദിച്ചപ്പോൾ ജാസ്മിൻ ഒന്നും മിണ്ടിയില്ലാന്ന്. എന്നിട്ട് സിജോ പറയാണ്, ഇപ്പൊ അർജുന്റെയും ശ്രീധുവിന്റെയും കൂടെ എന്തുകൊണ്ടാണ് ജാസ്മിൻ പോയെന്ന് വെച്ചാൽ അർജുനും ശ്രീധുവിനും അവരുടെ കോംബോ ഇഷ്ടപ്പെടുന്ന സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ടാവും. അപ്പൊ അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ജാസ്മിന്റെ വോട്ട് സ്പ്ലിറ്റ് ആവത്തില്ല. ഇപ്പൊ വേറെ നോറയോ ഋഷിയോ അങ്ങനെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ജാസ്മിന്റെ വോട്ട് സ്പ്ലിറ്റ് ആവും. അപ്പം ആ പേടി കൊണ്ടാണ് അർജുന്റെയും ശ്രീധുവിന്റെയും കൂട്ടത്തിൽ ഇപ്പം ഇവിടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ അർജുന്റെയും ശ്രീധുവിന്റെയും കൂടെ ജാസ്മിൻ നിൽക്കുന്നത് എന്നാണ് സിജോ പറയുന്നത്. മാത്രമല്ല ഫാമിലി വീക്ക് കഴിഞ്ഞതിന് ശേഷം ജാസ്മിന് മനസ്സിലായി പുറത്ത് ഫുള്ള് നെഗറ്റീവ് ആണെന്ന്. അപ്പൊ ഇവരുടെ കൂടെ ആകുമ്പോഴത്തേക്കിനും നെഗറ്റീവ് ആയതൊക്കെ പോസിറ്റീവ് ആക്കി എടുക്കാം എന്നും കൂടി വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അർജുന്റെ ശ്രീധുന്റെയും കൂടെ ജാസ്മിൻ നിൽക്കുന്നതെന്നാണ് സിജോ പറയുന്നത്. അപ്പൊ സിജോ പറയുന്നുണ്ട്, നീ ഇപ്പൊ പൈസ പണപ്പെട്ടിയിൽ വരുന്ന പൈസയിലൊന്നും നീ മതിമറക്കത്തില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ അതെന്തിനാ നീ എടുക്കുന്നത് എന്നൊക്കെ എനിക്കറിയാം. എന്നാലും നീ എടുക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല എന്നൊക്കെ സിജോ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർ രണ്ടുപേരും പറയുന്നുണ്ട്, നന്ദന പിന്നെ സ്വന്തം അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്നതിനും ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണെന്നൊക്കെ. നിങ്ങളുടെ ഈ വീട് വെച്ച് കൊടുക്കാനുള്ള സംസാരം തന്നെ ആ കുട്ടീനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ആദ്യം നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് അത് നിർത്തുക. അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്കാണ് നമ്മുടെ അഭിഷേക് വരുന്നത്. അപ്പം അഭിഷേക് നോറേന്റെ കാര്യമാണ് പറയുന്നത്. അപ്പം അഭിഷേക് പറയുന്നത്, നോറ എന്നെ ഋഷിനെയും കൂടെ തെറ്റിക്കാനായിട്ടുള്ള കുത്തിത്തിരിപ്പുമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ റീസൺ പറയുന്നത്, ഇന്നലെ നോറ സീക്രട്ട് റൂമിൽ ഇരുന്നപ്പം അഭിഷേകും സായിയും കൂടെ സംസാരിക്കുന്നത് കണ്ടു. അപ്പൊ അഭിഷേക് ഋഷീന്റെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അഭിഷേക് ഋഷീന്റെ അടുത്ത് പറഞ്ഞിരുന്നു, പണപ്പെട്ടി നീ എടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി എൻ്റെ അമ്മേനെയും അനിയന്മാരെയും ഒന്നും വാടക വീട്ടിൽ നിർത്തത്തില്ല, അപ്പൊ പൈസയ്ക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് നീ പണപ്പെട്ടി എടുത്തോ എന്ന് അഭിഷേക് പറഞ്ഞപ്പോൾ ഋഷി പറഞ്ഞു, ഇല്ല എനിക്ക് ജനങ്ങളിൽ വിശ്വാസമുണ്ട്, കപ്പ് ഞാൻ തന്നെ അടിക്കും എന്നുള്ള വിശ്വാസമുണ്ട്, അതുകൊണ്ട് എടുക്കത്തില്ല എന്ന്. അപ്പം അഭിഷേക് സായിന്റെ അടുത്ത് പറയുന്നുണ്ട്, അവൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവൻ കപ്പടിക്കും എന്നും പറഞ്ഞ്. ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തേടാ, ഇവിടെ ഞാനുണ്ട്, സായിയുണ്ട്, സിജോയുണ്ട്, അപ്പൊ അതുകൊണ്ട് അതൊരു പിന്നെ കപ്പടിക്കുക എന്നുള്ളത് വലിയ ഇതല്ല, അപ്പൊ അതുകൊണ്ട് ഇത് എടുക്കുന്ന പറഞ്ഞിട്ട് അവൻ സമ്മതിക്കുന്നില്ല. അവൻ അപ്പോഴും വിശ്വാസമുണ്ട്, ജനങ്ങളിൽ വിശ്വാസമുണ്ട്, കപ്പെടുക്കുമെന്നും പറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഋഷി വന്നപ്പോൾ ഇവരാ സംസാരം നിർത്തി. ഈ കാര്യം നോറ വന്നപ്പോൾ നോറ ഋഷിന്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഋഷിക്ക് ഒരു സംശയം, കാരണം ഇവര് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും ആ സംസാരം മാറ്റുകയും ചെയ്തല്ലോ ഈ അഭിഷേകും സായിയും. അപ്പൊ ഇന്ന് രാവിലെ അഭിഷേക് അത് ഋഷീന്റെ അടുത്ത് പറഞ്ഞു, എന്താടാ കാര്യം സംസാരിച്ച, ഞങ്ങൾ സംസാരിച്ച കാര്യമാണോ എന്ന് പറഞ്ഞപ്പം ഈ കാര്യമാണ്, അതായത് നീ എടുക്കണം, ഇവിടെ മറ്റുള്ളവരും
വിന്നിങ് ക്വാളിറ്റി ഉള്ള ആൾക്കാരുണ്ട്, അതുകൊണ്ട് നീ പണപ്പെട്ടി എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നോറ ഈ രീതിയിൽ വന്നിട്ട് പിന്നെ ഋഷീൻ്റെ അടുത്ത് പറഞ്ഞു എന്നൊക്കെ സായിൻ്റെ അടുത്തും സിജോന്റെ അടുത്തും വന്നിട്ട് അഭിഷേക് പറയാണ്. എടാ അവനൊരു ഋഷീനെ പറ്റി പറയാം, അവനൊരു പാവം ചെറുക്കനാണ്, എനിക്ക് ഋഷി എങ്ങനെയെങ്കിലും പൈസ ഇത് പണപ്പെട്ടി എടുക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ അഭിഷേക് പറയുന്നുണ്ട്. ഏതായാലും നോറ കേട്ടൊരു ഗെയിം നോറ അത് എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു. ഋഷി കയറി പിടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ പുകയും എന്നുള്ളതാണ്. പക്ഷെ തോന്നുന്നില്ല ഋഷി അത് അവർ തന്നെ സോൾവ് ചെയ്തെന്നാണ് തോന്നുന്നത്. പിന്നെ നോറയ്ക്കറിയാവുന്ന ആകെ ഒരു ഗെയിമല്ലേ ഉള്ളൂ കുത്തിത്തിരിപ്പ് എന്ന് പറയുന്നത്. അത് നോറ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്ന് വേണം പറയാൻ. അങ്ങനെ സിജോയും സായിയും ഗെയിമൊക്കെ പ്ലാൻ ചെയ്ത് നന്ദൂട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഇനി ആര് പണപ്പെട്ടി എടുക്കും, എന്താവും ഇതിലൊക്കെ വരുന്ന ട്വിസ്റ്റ് എന്നുള്ളത് നോക്കിയിരുന്ന് കാണാം.